ഓട്ടോ ഡ്രിഫ്റ്റ് വാഹനത്തിൻ്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ വാഹനപ്രേമികൾക്കും സ്വാഗതം. ഞാൻ സൂരജ് നമ്പ്യാർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ കുറേ അധികം എപ്പിസോഡ്സായി നമ്മൾ ചെയ്തിട്ട് കുറേ ലാഗ് വന്നു. ഇപ്പോൾ കുറേ പേര് മെസ്സേജ് ചെയ്യാറുണ്ട്, നിർത്തിയ പരിപാടി നിർത്തിപ്പോയി എന്നൊക്കെ. നിർത്തിപ്പോയിട്ടൊന്നുമില്ല, നമുക്ക് പരീക്ഷയും കാര്യങ്ങളൊക്കെ കാരണം അതിൻ്റെ ഒരു തിരക്കിലാണ്. അപ്പോൾ 22 ആയിട്ട് 22-ാം തീയതി നമുക്ക് തുടങ്ങും. ഏകദേശം ഒരു 4-ാം തീയതി ഒക്കെ ആയിട്ട് കഴിയും. പിന്നെ അങ്ങോട്ട് ഫുൾ ഫ്ലജിൽ നമ്മൾ വീഡിയോസ് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിനെക്കാട്ടിലും മുന്നേ ഞാൻ വണ്ടി റിവ്യൂ ചെയ്യണേക്കാട്ടിലും മുന്നേ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞുതരാം. വലിയ കാര്യമായിട്ടൊന്നുമല്ല. അതായത് നമ്മുടെ തണ്ടർബേർഡ് വരുന്നതിനെക്കാട്ടിലും മുന്നേ ഒരു മോഡൽ ഉണ്ടായിരുന്നു, ലൈറ്റ്നിങ് 535 എന്ന് പറഞ്ഞൊരു മോഡൽ. അതിനുശേഷമാണ് നമ്മുടെ തണ്ടർബേർഡ് വരുന്നത്. അതിനുശേഷം 350X വന്നു. പിന്നെ അതിനുശേഷമാണ് എൻറ്റയർലി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആക്കിയിട്ട് നമ്മുടെ മെറ്റിയോ 350 വരുന്നത്. അപ്പോൾ വണ്ടിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി റോയൽ എൻഫീൽഡിൻ്റെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാം. അത്തരത്തിലുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ലുക്ക് നോക്കുമ്പോൾ നമ്മുടെ ഒരു 350Xൻ്റെ അത്ര ഇല്ലാന്നുണ്ടെങ്കിലും പെർഫോമൻസും കാര്യത്തിലൊക്കെ വളരെയധികം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ റിവ്യൂ ഫസ്റ്റ് സൈഡ് പ്രൊഫൈലിൽ തന്നെ തുടങ്ങാം. ഇപ്പോൾ ഈ ഒരു വാരിയൻ്റ് എന്ന് പറയുന്നത് ഫയർവാൾ എന്ന് പറഞ്ഞ വാരിയൻ്റാണ്. ബേസിക്കലി 3 വാരിയൻസ് ആണ് വരുന്നത്. ഫയർവാൾ, സ്റ്റെല്ലാർ എന്ന് പറഞ്ഞൊരു മോഡലും പിന്നെ സൂപ്പർനോവ എന്ന് പറഞ്ഞൊരു വാരിയൻ്റ് കൂടിയാണ് വരുന്നത്. ഈ സൂപ്പർനോവയിൽ വിൻഷീൽഡ് ഉണ്ടായിരിക്കും, ബാക്കി 2-ത്തിൽ ഉണ്ടായിരിക്കില്ല. പിന്നെ കുറേ അധികം വ്യത്യാസം ഞാൻ വഴിക്ക് പറയാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സൈഡ് പ്രൊഫൈലിൽ നിന്ന് തുടങ്ങാം. സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ തണ്ടർബേർഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു വണ്ടിക്ക് ഡബിൾ ക്രാഡിൽ ഫ്രെയിമാണ് വരുന്നത്. അതായത് നമ്മുടെ ഇൻ്റർസെപ്റ്ററിന് എങ്ങനെയാണോ, ഇൻ്റർസെപ്റ്ററിനൊക്കെ ഡബിൾ ക്രാഡിൽ ഫ്രെയിമാണ്. അപ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറയുന്നുള്ളതാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കേസ്. പിന്നെ മെയിനായിട്ട് ചേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർവാളും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റെല്ലാറും അതേപോലെ തന്നെ നമ്മുടെ സൂപ്പർനോവയും കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫയർവാളിൽ നമുക്ക് ഇവിടെ ഒരു വേരിയേഷൻ, അതായത് കളർ ചേഞ്ച് ബാക്കിയൊക്കെ സെയിം ആയിരിക്കും. ടാങ്കിൻ്റെ മുകളിൽ മാത്രമാണ് കളർ വേരിയേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു വാരിയൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ബോഡി ഫുള്ള് ബ്ലാക്ക് ആണ്, ടാങ്ക് മാത്രമാണ് കളർ വേരിയേഷൻ റെഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ. പിന്നെ സൂപ്പർനോവയും അതുപോലെ തന്നെ സ്റ്റെല്ലാറും നോക്കുമ്പോൾ ബോഡിയിലും കാര്യങ്ങളൊക്കെ സെയിം കളറായിരിക്കും, ടാങ്കിൽ ഉള്ള കളർ തന്നെയായിരിക്കും ബോഡിയിലും വരുന്നത്. അപ്പോൾ അതാണ് മെയിൻ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ ഇത്ര കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി ഒരു രക്ഷയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, റോയൽ എൻഫീൽഡിൻ്റെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. വളരെയധികം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ പുറത്ത് നോക്കുകയാണെങ്കിലും വയറിങ്ങും കാര്യങ്ങളും നമുക്ക് പുറത്ത് കാണാൻ പറ്റില്ല, ഫുള്ള് ഇൻബിൽഡ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ കാറ്റലിറ്റിക് കൺവേർട്ടറും ഇൻബിൽഡ് ആയിട്ടാണ് വരുന്നത്. ഇത്ര കാര്യങ്ങളാണ് സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്നത്. സൈഡ് നോക്കുമ്പോൾ ഏകദേശം നമ്മുടെ തണ്ടർബേർഡ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് സൈഡ് പ്രൊഫൈൽ. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഹലജൻ തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ അതിനോടൊപ്പം ഒരു DRL വരുന്നുണ്ട് ഫ്രണ്ടിൽ. DRL എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് റോയൽ എൻഫീൽഡിൽ DRL കൊണ്ടുവരുന്നത്. പിന്നെ ഫ്രണ്ട് നോക്കുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് മറ്റേ ജാവ 42-ൻ്റെ ഒരു ചെറിയൊരു എനിക്ക് കട്ട് തോന്നി. പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യമാണ്, എല്ലാവർക്കും തോന്നുന്നില്ല. അപ്പോൾ ടയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് 190 സെക്ഷനും ബാക്കിൽ 140/70 സെക്ഷനാണ് വരുന്നത്. ടയേഴ്സ് പറഞ്ഞാൽ കുറച്ച് വിട്ട് കൂടുതലുള്ള കാരണം നല്ല രീതിയിൽ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഹൈവേയിൽ പ്രത്യേകിച്ച് പോകുമ്പോൾ നല്ല രീതിയിൽ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ. പിന്നെ കോർണർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വണ്ടിയിൽ പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യണം. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടും നമുക്ക്. ഇനിയിപ്പോൾ ഞാൻ എഞ്ചിൻ സ്പെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വരുന്നത് 349cc എയർ പ്ലസ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. പക്ഷേ ഓയിൽ കൂൾഡ് നമുക്ക് കാണാനില്ല, ഇൻബിൽഡാന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ എയർ പ്ലസ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. പിന്നെ J സീരീസ് എന്ന് പറഞ്ഞൊരു പുതിയൊരു എഞ്ചിനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ ഇനി J സീരീസിലായിരിക്കും വരിക എന്നാണ് കേൾക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ കൂടി വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ റവ് ചെയ്ത് പോകാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ നാളെ റൈഡിങ് റിവ്യൂ ഇടുന്ന എല്ലാവരും കാണുക. അപ്പോൾ റൈഡിങ് റിവ്യൂവിൽ നമുക്ക് ഫർദർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ അത് പറയുകയാണെങ്കിൽ സീറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം കംഫർട്ടബിളാണ്, നല്ല സുഖമായിട്ടിരിക്കാൻ പറ്റും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ്. സൂപ്പർനോവയിൽ വരുന്നത് ലെതർ ഫിനിഷ്ഡാണ്, ലെതർ ഫിനിഷ്ഡല്ല ഫയർവാളിൽ വരുന്നത്. പക്ഷെ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റിംഗ് ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ബാക്ക് റെസ്റ്റ് സൂപ്പർനോവയിൽ അടിപൊളിയായിട്ടിരിക്കാം. പില്ലനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റും. ഈ ഒരു വണ്ടിയിൽ എന്ന് പറഞ്ഞാൽ അത്ര തന്നെ കംഫർട്ട് ഇല്ലാന്ന് തോന്നണേ. ഇനിയിപ്പോൾ എഞ്ചിനിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിന് പോർ സൈസ് വരുന്നത് 72 ആണ്. പണ്ടൊക്കെ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 വന്നിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ അത് 72 അപ്പോൾ അതുകൊണ്ടുള്ളൊരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൂടും. പിന്നെ മിററിൽ വരുന്ന വൈബ്രേഷൻ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പഴയ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വൈബ്രേഷൻ നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് വരാറുണ്ട്. പക്ഷേ അത് ഈ ഒരു മോഡലിലേക്ക് വരുമ്പോഴേക്കും വൈബ്രേഷൻസ് നല്ല രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. നാളെ അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും അത് നല്ല രീതിയിൽ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ 300ഉം ബാക്ക് റയർ വരുന്നത് 270 ആണ്. അപ്പോൾ ഈ ബാക്ക് ബ്രേക്കിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ വണ്ടികളിൽ ചിലപ്പോൾ ഫ്രണ്ട് വരെ 270 ആയിരിക്കും, ഫ്രണ്ട് 270 ഉണ്ടായിരിക്കുമല്ലോ, ഇതിന് ബാക്ക് വരെ 270 ആണ്. അപ്പോൾ അത്രയും ബാക്ക് കട്ട ബ്രേക്കിംഗ് ആണെന്നൊക്കെ പറയാം. സാധാരണ റോയൽ എൻഫീൽഡിൽ എല്ലാവരും പറയുന്നതാണ് ബാക്ക് ബ്രേക്ക് നല്ല രീതിയിൽ കുറവാണെന്നുള്ളത്. പക്ഷേ അപ്പോൾ ആ ഒരു ഇത് നികത്താൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഈ ഒരു വണ്ടിയിൽ ഇത്രയും കൂട്ടിയിട്ടുണ്ടായിരിക്കുന്നത്.
അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ പിടിച്ച കാര്യങ്ങളൊക്കെ ഒരു കോൺഫിഡൻസ് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും. സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ മറ്റേ റോയൽ എൻഫീൽഡിൻ്റെ ബൈക്സിന് സസ്പെൻഷനൊന്നും ആരും അങ്ങനെ കംപ്ലയിൻറ്റ് പറയാറില്ല. ബാക്കിൽ എന്ന് പറയുമ്പോൾ സാധാരണ പോലെ കോയിലാണ് വരുന്നത്. മോണോ ഷോക്കപ്പ് ഒന്നുമല്ല, എന്നാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഉള്ള ഷോക്കപ്പ് തന്നെയാണ്. ഇന്ന് സസ്പെൻഷൻ തന്നെയാണെന്ന് പറയണത്. അപ്പോൾ ഫുള്ള് കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഓടിച്ചിട്ട് തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുള്ളൂ. നാളെ കൃത്യമായിട്ട് ഓടിച്ചിട്ട് വണ്ടി കൃത്യമായിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ജെനുവിൻലി നമ്മൾ കൃത്യമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ശബ്ദം ക്ലിയർ ആയിട്ട് എല്ലാവർക്കും കേൾക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ അതേപോലെ തന്നെ ക്ലാരിറ്റി വളരെയധികം കുറവായിരിക്കും. കാരണം നമ്മൾ ക്യാമറയിലല്ല എടുക്കുന്നത്, മൊബൈലിലാണ് എടുക്കുന്നത്. ക്യാമറയിൽ ചെറുതായിട്ട് മൈക്കിന് ചെറിയൊരു കംപ്ലയിൻറ്റ് പറ്റി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാമറയിലല്ല മൊബൈലിലാണ് എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 765 ഗ്രൗണ്ട് ക്ലിയറൻസ് 170. ഗ്രൗണ്ട് ക്ലിയറൻസ് അത്ര കുറവാണെന്നും പറയാൻ പറ്റില്ല, കുഴപ്പമില്ല. പിന്നെ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി വണ്ടി. പ്രത്യേകിച്ച് അതിൻ്റെ സീറ്റിംഗ് പോസ്റ്റർ വളരെയധികം കമ്പാൻഡിങ് ആയിട്ടുള്ളൊരു സീറ്റിംഗ് പോസ്റ്ററാണ്. നല്ല രീതിയിൽ ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും തന്നെയാണ് കാര്യം. അപ്പോൾ അത്യാവശ്യം ലോങ് ട്രിപ്പൊക്കെ പോകാൻ ഇഷ്ടമുള്ളവർ വന്ന് നോക്കുക, ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കുക. പിന്നെ പറയാനുള്ളൊരു കേസ്, നല്ലധികം ക്വാളിറ്റി നല്ലധികം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് വണ്ടി. റോയൽ എൻഫീൽഡ് വരെ നല്ല രീതിയിൽ ക്വാളിറ്റി മെച്ചപ്പെടുത്തിയിട്ടുണ്ട് വണ്ടിയിൽ. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഒക്കെ നോക്കിയാൽ തന്നെ അറിയാം, പക്കയാണ്. അപ്പോൾ ഞാൻ വണ്ടിയുടെ ജസ്റ്റ് എന്താ പറയുക, വണ്ടിയുടെ സൗണ്ട് നോട്ട് എക്സോസ്റ്റ് നോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. ഞാൻ പറഞ്ഞില്ലേ, സാധാരണ നമ്മുടെ റോയൽ എൻഫീൽഡിൽ വരുന്ന ഒരു തമ്പൊക്കെ ഉണ്ട്, പക്ഷേ കൃത്യമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ റോട്ടറി സ്വിച്ചസ് ആണ് വരുന്നത്. കണ്ടില്ലേ, ആ തമ്പ് കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആ എഞ്ചിൻ്റെ ഒരു എന്താ പറയുക, അത്യാവശ്യം ആ സ്മൂത്ത്നെസ് ഇപ്പോൾ തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നു വണ്ടിയിൽ. പിന്നെ വേറൊരു കേസ്, ഇത് എനിക്ക് കണ്ടറിയാം, മിറർ അത്ര വൈബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സാധാ ക്ലാസിക്കിൻ്റെ മാതിരി അത്ര വൈബ്രേഷനൊന്നുമില്ല, നോക്കിയാൽ തന്നെ അറിയാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പോസ്റ്ററാണ് ഏറ്റവും ഇഷ്ടമായത്. ഇതിൻ്റെ ഇപ്പോൾ ഫുഡ് പാക്ക് നോക്കുകയാണെങ്കിൽ സാധാരണ നമ്മുടെ തണ്ടർബേർഡിനെക്കാട്ടിലും കുറച്ചുകൂടി ഫ്രണ്ടിക്കാൻ തോന്നുന്നുണ്ട്. നല്ല രീതിയിൽ നല്ലൊരു കമാൻഡിങ് ആയിട്ടുള്ള പൊസിഷനാണ്. അതന്നെ ആപ്റ്റ് വേർഡ്, കമാൻഡിങ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. നല്ല രീതിയിൽ സുഖമായിട്ട് എടുത്ത് പോകാൻ പറ്റും. വണ്ടിയുടെ സ്വിച്ച് ഗിയേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കിൽ സ്വിച്ചൊക്കെ വരുന്നത് നമുക്കൊരു റോട്ടറി സ്വിച്ച് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ പുതിയതായിട്ടുള്ള രീതിയിൽ വരുന്നതാണ്. അത്യാവശ്യം ക്വാളിറ്റി പ്രിഫർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഡിമ്മും പാസും ബ്രൈറ്റും ഒക്കെ അതേ രീതിയിൽ തന്നെയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വളരെയധികം എന്താ പറയുക, അടിപൊളിയാണ്. അതായത് നമ്മുടെ സാധാരണ റോയൽ എൻഫീൽഡിൻ്റെ പോലെയല്ല. സാധാരണ എല്ലാവർക്കും കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു റോയൽ എൻഫീൽഡ് വളരെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വളരെ ബേസിക് എന്നുള്ളത്. പക്ഷേ ഈ ഒരു വണ്ടിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അത്രയും പക്കയെന്ന് പറയാൻ പറ്റും. നമുക്ക് ഡിജിറ്റലും വരുന്നുണ്ട്, അനലോഗും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്പീഡൊക്കെ കാണിക്കുന്നത് അനലോഗിലാണ്. അതേപോലെ തന്നെ നമുക്കൊരു ട്രിപ്പർ മീറ്റർ വരുന്നുണ്ട്. അതായത് നമുക്ക് നമ്മുടെ അപ്പാച്ചി 200 ഉള്ള മാതിരി നമുക്കൊരു ടേൺ ബൈ ടേൺ നാവിഗേഷൻ സിസ്റ്റം ഇതിൽ വരുന്നുണ്ട്. അതായത് നമുക്ക് റോയൽ എൻഫീൽഡ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രിപ്പ് മീറ്റിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗിയർ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്, ജസ്റ്റ് ഓണായി വരട്ടെ. ഓക്കെ, ട്രിപ്പ് മീറ്റിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗിയർ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ന്യൂട്രലാണ്. അതുപോലെ തന്നെ ഫ്യൂൽ ഇൻഡിക്കേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ബേസിക്കലി 2 ട്രിപ്പ് മീറ്ററാണ് വരുന്നത്. അതേപോലെ തന്നെ അത്രയൊക്കെ തന്നെ ന്യൂട്രൽ, ഫ്യൂൽ ഇൻഡിക്കേഷൻ, ബാറ്ററി എത്രയുണ്ട്, ABS ആണ്, ABS കാണിക്കുന്നുണ്ട്. പറയാൻ മറന്നൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്, വിട്ടുപോയതാണ്. അപ്പോൾ നമ്മുടെ മെറ്റിയോർ 350യുടെ ഒരു ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ലിറ്ററാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വണ്ടിക്കുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിയുടെ പവറിനെ കുറിച്ച് പറയുമ്പോൾ 20 bhp പവറാണ്. അതായത് 1 bhp കൂടിയിട്ടുണ്ട്. 19 ആയിരുന്നു, അതിപ്പോൾ 20 ആയി. അതേപോലെ തന്നെ നമ്മുടെ ടോർക്ക് നോക്കുകയാണെങ്കിൽ 27 ടോർക്കാണ് വരുന്നത്. ഇനി ഈ ഒരു വണ്ടി ആർക്കാണ് എടുക്കാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് റൈഡിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ബേസിക്കലി പറയുകയാണെങ്കിൽ ഇപ്പോൾ സിറ്റി റൈഡേഴ്സ്, സിറ്റിയിൽ ഓടിക്കാൻ ആഗ്രഹമുള്ളവർക്ക്, അതേപോലെ തന്നെ ഹൈവേയിൽ അത്യാവശ്യം ക്രൂസ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കും, അങ്ങനെയുള്ള ഒരു ആഗ്രഹമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ആപ്റ്റാണെന്നാണ് എൻ്റെ മനസ്സിൽ പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് അത്യാവശ്യം എന്താ പറയുക, നമ്മൾ അത്യാവശ്യം വണ്ടി ഓടിച്ചിട്ടുള്ള കാരണം നമുക്ക് എന്താ പറയുക, വണ്ടിയുടെ പൊസിഷൻ തന്നെയാണ് മെയിനായിട്ടുള്ളൊരു പറയാനുള്ളൊരു കേസ്. ഒരു കമാൻഡിങ് ആയിട്ടുള്ളൊരു പോസ്റ്ററാണ് നല്ല രീതിയിൽ. ഇപ്പോൾ അതേപോലെ തന്നെ ഫുഡ് പാക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആസ്വദിച്ച് പോകാൻ പറ്റും, അതിൻ്റെയാണ് മെയിൻ കാര്യം. പിന്നെ നമുക്ക് വണ്ടിക്ക് ഒരു ചാർജിങ് പോർട്ടും വരുന്നുണ്ട് കേട്ടോ. അത് ഏകദേശം ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. സൂക്ഷ്മമായി കാണാൻ പറ്റും, ഇവിടെ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ചാർജ് ചെയ്യാം. അതിപ്പോൾ പൊതുവേ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികൾക്കൊക്കെ വരുന്ന ഒരു സംഭവം തന്നെയാണ് ചാർജിങ് പോർട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത 2 വേരിയൻസ്, സ്റ്റെല്ലാറും അതുപോലെ തന്നെ സൂപ്പർനോവയും. സൂപ്പർനോവയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വലിയൊരു ഷീൽഡ് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഫയർ വാൾ അതുപോലെ തന്നെ സ്റ്റെല്ലാറിന് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവർക്ക് ബാക്ക് റെസ്റ്റ് വരുന്നുണ്ട്, പക്ഷേ ഫയർ വാൾ അത് വരുന്നില്ല. വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ബാക്ക് റെസ്റ്റുള്ള നമുക്ക് എന്താ പറയുക, പില്ലിയൻ ഇരിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ കംഫർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഫയർ വാൾ നോക്കുമ്പോൾ ബോഡി പാർട്ട് വേറൊരു കളർ, അതുപോലെ തന്നെ ടാങ്കിന് വേറൊരു കളറാണ്, റെഡും ബ്ലാക്ക് ആയിരുന്നു. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ബോഡി പാർട്ടൊക്കെ ഒരു കളർ വരുന്നുണ്ട്, എല്ലാം ഒരു കളർ. അതായത് ടാങ്കും ബോഡി പാർട്ടൊക്കെ ഒരേ കളറാണ്. കളർ വേരിയേഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫയർ വാളും അതുപോലെ തന്നെ
സ്റ്റെല്ലാറും അതുപോലെ തന്നെ സൂപ്പർനോവയൊക്കെ സെയിം ആണ് ഏകദേശം. എഞ്ചിൻ സ്പെക്കും കാര്യങ്ങളും നോക്കുമ്പോൾ ഒരേപോലെ തന്നെയാണ്. അതുപോലെ തന്നെ വിട്ടും സൈസൊക്കെ നോക്കുമ്പോൾ ഒരേപോലെ തന്നെയാണ്. ജസ്റ്റ് സൂപ്പർനോവയിൽ എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ വിൻഷീൽഡാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു പെട്ടെന്നൊരു വ്യത്യാസം വരെ തോന്നുന്ന വിൻഷീൽഡ് മാത്രമേ. വേറെ കാര്യങ്ങളൊക്കെ എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ കൂടുതലൊന്നും വണ്ടിയെക്കുറിച്ച് പറയാൻ പറ്റില്ല എന്ന് പറയേണ്ട ഒരു കാര്യം, നമുക്ക് കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുള്ളൂ, അല്ലാതെ വെറുതെ തള്ളിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നാളെയാണ് നമ്മുടെ ഡേ എന്ന് പറയുന്നത്. നമുക്ക് കൂടുതലായിട്ട് നമുക്ക് വണ്ടി ഓടിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും. ഞാനും അതുപോലത്തെ അർജുനൊക്കെ നല്ല വെയിറ്റഡ് ആയിട്ടുള്ളൊരു ദിവസമാണ്. നമ്മുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഈ ചാനൽ തുടങ്ങിയത് മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഒന്നും സത്യസന്ധമായി പറയുന്നത് മോണിറ്ററി ബെനിഫിറ്റ്സിനല്ല. വണ്ടി ഓടിക്കുക അങ്ങനെ ഒരു പാഷൻ, അത്രയും പാഷൻഫുള്ളായിട്ട് തുടങ്ങിയ ഒരു ചാനൽ തന്നെയാണ്. വണ്ടി ഓടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ട് തുടങ്ങിയ ഒരു ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ വണ്ടി ഓടിച്ചിട്ടുള്ള കാര്യങ്ങൾ ബാക്കി നാളെ പറയാം. പിന്നെ വേറെ കേസ്, നമ്മൾ റൂട്ട് ടു 10K ആണ്, 10,000 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഗീവേയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ഹെൽമെറ്റാണ് ഗീവേ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എൻ്റെയും അർജുൻ്റെയും അതുപോലെ തന്നെ ചാനലിൽ കോമായിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കയറുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പറയാനുള്ള കേസ് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നാളെ എല്ലാവരും, ഇന്ന് നമ്മളിപ്പോൾ വാക്ക് റൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു വാക്ക് റൗണ്ട് ഉള്ളൂ. നാളെയാണ് നമ്മുടെ റൈഡിങ് റിവ്യൂ എന്ന് പറയുന്നത്. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിപ്പോൾ ഇവിടുന്ന് അങ്ങനെ ക്ലോസ് ചെയ്യുകയാണ്. ഇനി നാളെ കണ്ടിന്യൂ ചെയ്യാം.